ഹലോ. SSCയുടെ CHSL CGL RRB NTPC ഗ്രൂപ്പ് D തുടങ്ങിയ പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട് 25%. ആനുവലിയാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. പിന്നെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തേനാണ്. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 610 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ എത്രയാണെന്നാണ് ചോദ്യം. പിന്നെ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 25% അല്ലേ, ഇതിനെ ഒരു ഫ്രാക്ഷനായിട്ട്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷനായിട്ട് മാറ്റണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 25% എന്ന് പറഞ്ഞാൽ 25/100 എന്നാണ്. അപ്പോൾ ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1/4 എന്ന് വരും. 25% കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫ്രാക്ഷനാണ് 1/4 എന്ന് പറയുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 25നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/4 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതെന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു നമ്പറിൻ്റെ 25% കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ 1/4 എടുത്താൽ മതി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ കാണുന്നത്. അപ്പം 25%ൻ്റെ 1/4 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി ടൈം പീരീഡ് നോക്കാം. 3 വർഷത്തേനല്ലേ, ഇവിടെ 1/4 കിട്ടി. ഡിനോമിനേറ്ററിൽ 4 ആണ് നടക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 4 × 4 × 4 3 പ്രാവശ്യം എഴുതുക. ടൈം പീരീഡ് 3 വർഷമായതുകൊണ്ട് തന്നെ 4 3 പ്രാവശ്യം എഴുതി. ഇത് നമ്മൾ പ്രിൻസിപ്പിളാണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. പ്രിൻസിപ്പിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പക്ഷേ ഇത് പ്രിൻസിപ്പിളാണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യും. ഓക്കെ. ഇനി 3 വർഷത്തേനുള്ള ഇൻട്രസ്റ്റുകളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇത് ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം. ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഇതാണ്. ഇതിൻ്റെ 25% കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ 25% കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 1/4 എടുത്താൽ മതി. അപ്പോൾ 4 × 4 × 4ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 4 × 4 അല്ലെങ്കിൽ 16. നമ്മൾ 4 × 4 എന്നങ്ങ് എഴുതുകയാണ്. ഇത് പിന്നെ വെട്ടിക്കളയാനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഗുണിച്ചെഴുതാത്തത്. ഗുണിച്ചെഴുതണം, എഴുതാം, തിരിച്ച് നമ്മൾ വെട്ടിക്കളയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഗുണിച്ചെഴുതാത്തത്. ഓക്കെ. ഇത് ആദ്യത്തെ വർഷം കിട്ടി, 4 × 4 കിട്ടി. ഇനി രണ്ടാമത്തെ വർഷം എടുക്കാം. രണ്ടാമത്തെ വർഷവും ഈ പ്രിൻസിപ്പിളിൻ്റെ 25% അല്ലെങ്കിൽ ഇതിൻ്റെ 1/4 കിട്ടും. അത്രയാണ് 4/4 തന്നെ. ഓക്കെ. പിന്നെ കൂടാതെ ഒരു സാധനം കൂടെ രണ്ടാമത്തെ വർഷം കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വർഷം കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ 25% അല്ലെങ്കിൽ ഇതിൻ്റെ 1/4. 4 × 4ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ. അത് രണ്ടാമത്തെ വർഷത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പളിൻ്റെ 1/4 കിട്ടും അല്ലെങ്കിൽ 25% കിട്ടും. അത്രയാണ് 4 × 4 തന്നെ. പിന്നെ ആദ്യത്തെ വർഷത്തിൻ്റെ 25% കിട്ടും. ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റിൻ്റെ 25% കിട്ടും. അത്രയാണ് 4. രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റിൻ്റെ 25% കിട്ടും. അത്രയാണ് 4. പിന്നെ രണ്ടാമത്തെ വർഷം കിട്ടിയ രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ 1/4 അല്ലെങ്കിൽ 25%. അത്രയാണ് 1. ഓക്കെ. ഇത്രയുമാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയാൽ കിട്ടുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി ഇതിനകത്തുനിന്ന് 2 കാര്യങ്ങളൂടെ മനസ്സിലാക്കാനുണ്ട്. ഇതിനകത്തുനിന്ന് ഇത്രയും ഭാഗം എടുത്ത് ഒരുമിച്ച് കൂട്ടിയാലോ, 4 × 4 + 4 × 4 + 4 × 4 എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇതേ ഇൻട്രസ്റ്റ് റേറ്റിന് 3 വർഷത്തേന് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടിയാൽ ഇത്രയും കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഇത്രയും ഭാഗം. ഓക്കെ. അത് ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു ഇത്രയും ചെറിയ ഭാഗമോ, ഇതെന്ന് പറയുന്നതാണ്, ഇത് മൊത്തം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇതിൻ്റെ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇതിന് ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് തന്നെ നേരിട്ട് തന്നിട്ടുണ്ട്. അതായത് ഈ മൊത്തത്തിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് പകരം ചിലപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും തന്നിരിക്കുന്നത്, ഇത്ര രൂപ എന്ന് പറഞ്ഞ്. ഓക്കെ. അത് ഓർത്തിരിക്കുക. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മൊത്തത്തിലുള്ള കൂട്ടിയാൽ മതി. ഇവിടെ മൊത്തത്തിലുള്ള ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4 × 4 + 4 × 4 + 4 × 4 + 4 + 4 + 4 + 4 ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 16 48 കിട്ടി. 48ഉം 12ഉം 60 61 കിട്ടും. ഓക്കെ. ഇവിടെ ഈ 4 × 4 × 4 എന്ന് പറയുന്നത് 4 × 4 64 വരുമല്ലേ. ഇത് ഗുണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് പ്രിൻസിപ്പളായിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് 61 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ പക്ഷെ പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 610 കിട്ടുന്നതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ എന്ത് വരുമെന്നാണ് ചോദ്യം. 61 കിട്ടണമെങ്കിൽ നമ്മളിവിടെ 4 × 4 × 4 എന്ന് പറയുന്ന പ്രിൻസിപ്പൾ എടുക്കണം. പ്രിൻസിപ്പൾ ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. 61 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 4 × 4 × 4 പ്രിൻസിപ്പൾ എടുത്തപ്പോഴാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് 610 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൾ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ. ഇവിടുത്തെ 610 കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര പ്രിൻസിപ്പൾ വേണമെന്നാണ് ചോദ്യം. അതെങ്ങനെ കണ്ടുപിടിക്കുക. 61 കിട്ടണമെങ്കിൽ 4 × 4 × 4 ആണ്. അങ്ങനെയാണെങ്കിൽ 610 കിട്ടണമെങ്കിൽ എത്രയാണ്, അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക. 4 × 4 × 4 ÷ 61
ഇൻറ്റു ഈ 610. ഓക്കെ, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 61 വെട്ടിപ്പോയി, പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, 640 കിട്ടും അല്ലേ. 640 എന്നാണ് കിട്ടുന്നത്. 640 നമ്മുടെ ആവശ്യമുള്ള പ്രിൻസിപ്പിൾ. നമ്മുടെ ഉത്തരം കിട്ടി 640. ഇങ്ങനെയാണ് ഞാൻ ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ടൈപ്പ്, ബേസിക് ആയിട്ടുള്ളൊരു ടൈപ്പ് മാത്രമാണ്. ഇതിൻ്റെ ധാരാളം ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്, SSCയുടെ RRBയുടെ. അപ്പം തുടർന്നുള്ള വീഡിയോകൾ എൻ്റെ ഓരോ ടൈപ്പ് നമ്മൾ പരിചയപ്പെടുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ, താങ്ക് യു.